സ്ക്വിഡ് അല്ലെങ്കിൽ നമ്മൾ കൂന്തൽ കണവ എന്നൊക്കെ പറയുന്ന ഈ ഫിഷ് നമ്മൾ വീട്ടിൽ വാങ്ങുമ്പോൾ യൂഷ്വലി അത് ഫ്രൈ ചെയ്യും അല്ലെങ്കിൽ മസാല കറി വെക്കും, അങ്ങനെയാണ് ചെയ്യാറ്. കുറച്ച് മീനുള്ളൂ എങ്കിലും എങ്ങനെയാണ് നല്ല ടേസ്റ്റ് ആയിട്ടില്ല അതിൻ്റെ ടേസ്റ്റ് ഒക്കെ കിട്ടുന്ന രീതിയിൽ മസാല കറി ഉണ്ടാക്കുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോ. ചില കറി നമ്മൾ ഉണ്ടാക്കുമ്പോൾ അത് ചോറിന് മാത്രമേ പറ്റൂ, ചിലത് ചപ്പാത്തിക്കേ പറ്റൂ, അങ്ങനെയില്ലേ. ഇതങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ചപ്പാത്തിക്കായാലും പുട്ടിനായാലും ചോറിനായാലും എല്ലാത്തിലും സ്യൂട്ടാകുന്ന ഒരു മസാല കറിയാണിത്. ഇതിൻ്റെ ക്ലീനിങ് വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തതാണ്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ക്ലീൻ ചെയ്ത ഈ കണവ ഫിഷിന് വട്ടത്തിൽ മുറിച്ചെടുക്കണം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് നന്നായി മാരിനേറ്റ് ചെയ്യണം. പിന്നെ ചീനച്ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നിങ്ങൾ ഏത് വെജിറ്റബിൾ ഓയിലാണ് യൂസ് ചെയ്യുന്നത് അത് ചേർത്ത് കൊടുക്കണം. ചൂടാകുമ്പോൾ നമ്മൾ കഴുകിയ അപ്പാട് തന്നെയാണ് ഫിഷ് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് കുറച്ചൊരു വാട്ടറും ആ ഒരു മസാലപ്പൊടികളും എല്ലാം കൂടിയിട്ട് ആ മീനും അതിൻ്റെ അകത്തുള്ള ആ ഒരു ലിക്വിഡും എല്ലാം കൂടിയിട്ട് നമ്മളായ തിളച്ച എണ്ണയിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ആ വെളിച്ചെണ്ണയിലും വെള്ളത്തിലും എല്ലാം കൂടി അത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരും. അത് ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് നമ്മൾ വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെക്കാം. ഇതിനു വേണ്ടി യൂസ് ചെയ്ത കൂന്തൽ ഫിഷ് ഏതാണ്ട് ഒരു 300 ഗ്രാം ഉണ്ടാകും. അതിന് നമ്മൾ വലിയ ഒരു ഉള്ളി എടുത്തിട്ടുണ്ട്, ചെറുതാണെങ്കിൽ 2 ഉള്ളി എടുക്കണം. പിന്നെ ഒരു മീഡിയം സൈസുള്ള തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു ബൾബ് വെളുത്തുള്ളി മുഴുവനായും എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് കുറവായിട്ട് ഇഞ്ചി എടുത്തിട്ടുണ്ട്. അത് ഞാൻ കാണിക്കുന്നത് പോലെ അത്രയ്ക്കും ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്, പേസ്റ്റ് ആക്കുന്നില്ല, എന്നാൽ അതിന് ഈക്വലൻ്റായ രീതിയിൽ തന്നെ ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ ചീനച്ചട്ടി അടുപ്പത്ത് വെക്കുന്നു. നേരത്തെ അത് ഫ്രൈ ചെയ്യുന്നതൊക്കെ എണ്ണയിലായതുകൊണ്ട് വളരെ കുറച്ച് 1/2 ടേബിൾ സ്പൂണിൽ കുറവായിട്ട് എണ്ണ ചേർക്കുന്നു. അതിലേക്ക് കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കണം. കടുക് പൊട്ടാൻ തുടങ്ങുമ്പോഴത്തേക്കും അതിനകത്തേക്ക് വലിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. അത് കഴിഞ്ഞ് അതിലേക്ക് നമ്മൾ നേരത്തെ അത്രയും ചെറുതായി അരിഞ്ഞ കുനുകുന അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ആ കട്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റിൽ ഡിഫറൻസ് വരും. ഫോർ എക്സാമ്പിൾ ഇഞ്ചിയും വെളുത്തുള്ളി എടുത്തിട്ട് ഫൈനായിട്ട് പേസ്റ്റ് ആയാലും അതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അതുപോലെ വലുതായിട്ട് കട്ട് ചെയ്താലും അതിൻ്റെ ടേസ്റ്റ് ഒന്നും നമ്മളെ കറിയിലേക്ക് വരില്ല. അറ്റ് ദ സെയിം ടൈം നമ്മൾ അത് ജസ്റ്റ് ക്രഷ് ചെയ്താൽ ചതച്ചാൽ അതിൻ്റെ ടേസ്റ്റ് മുഴുവൻ നമുക്ക് കിട്ടും. അതുപോലെ ഇതേപോലെ ഏറ്റവും ചെറിയ കഷ്ണങ്ങളായിട്ട് ചോപ്പ് ചെയ്താലും നമുക്ക് അതിൻ്റെ ടേസ്റ്റ് അതുപോലെ കിട്ടും. അതുപോലെ അത് ശ്രദ്ധിച്ചിട്ട് ചെയ്യാൻ നോക്കണം. ജിഞ്ചർ ഗാർലിക് ഒരു ഗോൾഡൻ കളറാകുമ്പോൾ അതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ കൊത്തി എരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കാം. സവാള വഴറ്റുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം, എന്നാൽ വേഗം അത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിട്ടും. സവാള ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമ്മൾ അതിനകത്തേക്ക് കട്ട് ചെയ്ത് വെച്ച ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. അതെല്ലാം ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ചേർക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തു. 1/2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടികളുടെ പച്ചമണം മാറി വരുമ്പോൾ അതിനകത്തേക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കാം. ഒരുപാട് അങ്ങനെ ഒഴിച്ചു കൊടുക്കരുത്, ജസ്റ്റ് ഒന്ന് തളിച്ചു കൊടുക്കാം. അല്ല ഡ്രൈ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. നമ്മളിവിടെ ജസ്റ്റ് വെള്ളം തളിച്ചു കൊടുക്കുന്നുണ്ട്. ഈ മസാലക്കറി ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് ഇതൊരു വീഡിയോ ആക്കാമെന്ന രീതിക്ക് ഞാൻ ഷൂട്ട് ചെയ്തതാണ്. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ മിസ്സായി പോയിട്ടുണ്ട്, വീഡിയോ കിട്ടിയിട്ടില്ല. ബട്ട് അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, അതേ രീതിക്ക് ചെയ്താൽ മതി. നമ്മൾ ആഡ് ചെയ്ത കാര്യങ്ങളെല്ലാം വെന്ത് ആ മസാലയൊക്കെ സെറ്റ് ആയതിനു ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച കണവ ഫിഷ് ചേർത്ത് കൊടുക്കാം. ഇത് വേവിച്ചിട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും മസാല ചെയ്യുമ്പോൾ ഫ്രൈ ചെയ്തിട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഈ മീൻ ഡയറക്റ്റ് ആയിട്ട് എണ്ണയിലിട്ടിട്ട് വറുത്തെടുക്കുമ്പോൾ അതിങ്ങനെ പൊട്ടിത്തെറിക്കാനും ഭയങ്കര കുറച്ച് വേവുള്ള സാധനമൊക്കെ ആയതുകൊണ്ട് വേവ് അതിനർക്ക് ആകാതിരിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് ഓയിൽ എടുത്തിട്ട് അതിനകത്തേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചപ്പോൾ ബാക്കി ഉണ്ടായിരുന്ന വെള്ളവും അതൊക്കെ ചേർത്ത് ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ വേവിച്ചെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഫ്രൈ ചെയ്ത് ഫിഷും കൂടെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിലയോ മല്ലിയിലയോ എന്താണെന്ന് വെച്ചാൽ ചേർത്ത് സ്റ്റൗ ഓഫ് ആക്കിയാൽ നമ്മുടെ സ്ക്വിഡ് മസാല ഫ്രൈ റെഡിയായി. ഈ കണവ ഫിഷ് കട്ട് ചെയ്യുമ്പം കുറേ ഉണ്ടാവും, ബട്ട് ഇത് വേവിച്ച് വരുമ്പം അല്ലെങ്കിൽ ഫ്രൈ ചെയ്ത് വരുമ്പോൾ വളരെ കുറച്ചേ കാണാനുണ്ടാവുള്ളൂ. ബട്ട് അത് വെച്ചിട്ട് നമ്മൾ കറി ഉണ്ടാക്കിയാലും ഫ്രൈ മസാല എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറന്നു പോകരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.